ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഹെവി ഹെയർ ഫോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ സ്മൂത്തനിങ് ചെയ്ത സമയത്ത് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവർ ക്രീം എൻ്റെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ വന്നു. ആ സമയത്ത് ആ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ എന്നെ സഹായിച്ചൊരു പാക്കാണ് ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങാവെള്ളത്തിനകത്ത് നല്ല നാടൻ കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിച്ചതായാലും കുഴപ്പമില്ല. പിന്നെ ചിരകിയ തേങ്ങ, ഒരു മുട്ട, പിന്നെ കറ്റാർവാഴ. മുട്ടയുടെ മഞ്ഞ ഞാൻ യൂസ് ചെയ്യുന്നില്ല, വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത്. കാരണം മഞ്ഞ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്കാൽപ്പിൽ ഇച്ചിങ്ങൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം അവോയ്ഡ് ചെയ്യാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇടാം, കുഴപ്പമില്ല. എന്നിട്ട് ഇത് ഒരു ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നെ ഒരു വൈറ്റ് ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാനിത് മാസത്തിൽ 2 വട്ടം ഞാൻ ഉപയോഗിക്കാറുണ്ട്. വീക്കിലി ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇത് ഹെയർ ഫോൾ കുറയാനും മുടി വളരാനും നല്ലതാണ്. പിന്നെ ഇത് കഴുകിക്കളയുമ്പോൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ നല്ല ഓയിലി ആവും. അത് മാറാനായിട്ടാണ് ഷാമ്പു യൂസ് ചെയ്യാൻ പറഞ്ഞത്. 2 വട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അത്രയും നല്ല അടിപൊളി പാക്കാണിത്. പിന്നെ ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ കൊത്തൊന്നും വരാതെ ശ്രദ്ധിക്കുക. കാരണം തലയിലായി കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പാടാണ്.